ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ സഖറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി, അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, നമ്മുടെയൊക്കെ വന്യഗുരു ബഹുമാനപ്പെട്ട ട്യൂജൻ ജോഷുവാച്ചൻ, ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പൽ, എൻ്റെ വലിയ മുൻഗാമി ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ഇന്ന് വിട പറയുവാൻ നമ്മളൊക്കെയും അല്പം വേദനിക്കുന്ന ഹൃദയത്തോടുകൂടിയാണെങ്കിലും നമ്മൾ സ്നേഹത്തോടെ സ്നേഹാർപ്പണം നടത്തുന്ന ബഹുമാനപ്പെട്ട സി ചെറിയാനച്ഛനും കൊച്ചമ്മയും, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദിക സഹോദരങ്ങളെ, വിവിധ പ്രസ്ഥാനങ്ങളെയും വിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്ന സമാരാധ്യ സുഹൃത്തുക്കളെ, സെമിനാരി അധ്യാപക വൃന്ദം, സ്റ്റാഫ് അംഗങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, DTH, MTH സ്പെഷ്യൽ ഓറിയന്റേഷൻ ഔട്ട്ഗോയിങ് സ്റ്റുഡൻസ്, ഞങ്ങളുടെ സ്വന്തം വിട പറയുന്ന ശമാശന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സെമിനാരി വിദ്യാർത്ഥി കുടുംബ സമൂഹമേ, നമുക്കിത് കുടുംബത്തിന്റെ സംഗമമാണ്. ഈ കൂടിവരവിന്റെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. ഈ സെമിനാരിയുടെ ചരിത്രത്തിൽ 4 ദശാബ്ദത്തോളം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച സമാരാധ്യനായ സി ചെറിയാനച്ഛൻ വിട പറയുന്ന, വിട വാങ്ങുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ സെമിനാരിയിൽ പഠിക്കുവാൻ വന്ന ഒരാള് എന്നുള്ള നിലയിൽ, ആ ബാച്ചിലെ ഒരംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുവാനായിട്ട് ഒത്തിരിയുണ്ട്. 1969-73 ബാച്ച് എന്ന് പറയുന്നത് മലങ്കര സഭയുടെ ചരിത്രത്തില് പ്രത്യേകം അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു ബാച്ചാണ്. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ആ ബാച്ചിലെ അംഗമായിരുന്നു. കൊല്ലം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ സഖറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി ആ ബാച്ചിലെ അംഗമായിരുന്നു. വൈദിക സെമിനാരിയുടെ ചീഫ് ലൈബ്രറിയനും സമീപകാല പ്രവർത്തനങ്ങളുടെ മുഖ്യ നായകനുമായ ബഹുമാനപ്പെട്ട സി ചെറിയാനച്ഛൻ ആ ബാച്ചിലെ അംഗമായിരുന്നു. സെമിനാരി ഫാക്കൽറ്റി അംഗമായ ബഹുമാനപ്പെട്ട TI വർഗീസ് അച്ഛൻ ആ ബാച്ചിലെ അംഗമായിരുന്നു, ബലഹീനനായ ഞാനും. അതുപോലെ തന്നെ പല വൈദിക ശ്രേഷ്ഠരും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ ആ ബാച്ചിന്റെ അഭിമാന പാദനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സഹോദരൻ ബഹുമാനപ്പെട്ട ചെറിയാനച്ഛന് സെമിനാരി കുടുംബത്തിന്റെയും സെമിനാരിയോട് അനുബന്ധിച്ചുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സ്നേഹാർപ്പണം നടത്തുന്ന ഈ നിമിഷത്തിൽ ഒത്തിരി പറയുവാനായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് ഉദ്യമിക്കുന്നില്ല. കാരണം അത് പറയുവാൻ കൂടുതൽ അർഹതയുള്ള പരിശുദ്ധ ബാവ തിരുമേനിയും അഭിമന്യ അന്തോണിയോസ് തിരുമേനിയും ഒക്കെ ഇവിടെ സന്നിഹിതരായി അവർക്ക് സംസാരിക്കുവാനായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെറിയാനച്ഛൻ എൻ്റെ ഒരു വലിയ വ്യക്തിപരമായ നിലയിൽ, കുടുംബപരമായ നിലയിൽ സുഹൃത്തും വഴികാട്ടിയുമാണ്. എല്ലാ സ്വകാര്യ കാര്യങ്ങളും മിക്കപ്പോഴും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എനിക്ക് അത്ര വലിയ സുഹൃത്തുക്കളുടെ വലയമൊന്നുമില്ല എങ്കിലും ബഹുമാനപ്പെട്ട ചെറിയാനച്ഛന്റെ കൊച്ചമ്മയും
അച്ഛന്റെ കുടുംബവും നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛന്റെ മക്കള് 3 പേരും, റീന മോൾ അമേരിക്കയിൽ നിന്ന്, സെറിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്, സിനോ എന്ന പോള് എത്തിയിരിക്കുന്നത് ദോഹയിൽ നിന്നാണ്. അവര് നമ്മെ മാത്രമല്ല അപ്പച്ചനെയും അമ്മച്ചിയെയും ഇന്ന് അത്ഭുതപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു വരവായിരുന്നു അവരുടേത്. അത് സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഈ മക്കൾ അവരുടെ മാതാപിതാക്കളെ കാണുന്നു, കരുതുന്നു എന്നുള്ളതാണ്. അങ്ങനെ കരുതണമെങ്കിൽ അവർക്ക് കൊടുക്കുവാനൊരു സ്നേഹം ഉണ്ടായിരിക്കണം. അതുപോലെയുള്ള ഒരു സ്നേഹം ചെറിയാനച്ഛൻ ഈ സമൂഹവുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ വലിയ അനുഗ്രഹം. ബഹുമാനപ്പെട്ട അച്ഛൻ സെമിനാരി അധ്യാപകർക്ക് ഒരു സർവീസ് റൂള് ഉണ്ടാക്കി പരിശുദ്ധ സുന്നോദോസ് പാസാക്കിയപ്പോൾ 65 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കുവാൻ അതിന് ആരംഭിച്ചപ്പോഴും അതിനെപ്പോഴും ആദ്യം ഇറങ്ങേണ്ടത് ഞാനായിരിക്കുമെന്ന് പല പ്രാവശ്യം അച്ഛൻ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ അതനുസരിച്ച് നമ്മുടെ വിട പറഞ്ഞു. ബഹുമാനപ്പെട്ട CC ചെറിയാനച്ഛനും ഇപ്പോൾ വിട പറയുകയാണ്. അച്ഛന്റെ സേവനകാലം സെമിനാരിയുടെ പൊതുജീവിതത്തിൽ അതിന്റെ എല്ലാ മേഖലകളിലും കേവലം ലൈബ്രറിയുടെയോ ആർക്കൈവ്സിന്റെയോ ചുമതലക്കാരെന്നുള്ള നിലയിലല്ല, അതിന്റെ പൊതുജീവിതത്തിൽ മുഴുവൻ അച്ഛന്റെ ഒരു കരസ്പർശം അതൊരു അനുഗ്രഹത്തിന്റെ തൂവൽ സ്പർശമായിരുന്നു. അച്ഛനെ ഒത്തിരി നന്ദിയോടെ സ്നേഹത്തില് കാണുവാൻ, ആ സ്നേഹം എന്നും ആസ്വദിക്കുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനും കൊച്ചമ്മയ്ക്കും കുടുംബത്തിനും ഈ സെമിനാരി കുടുംബത്തിൻ്റെതായ സ്നേഹാദരവുകൾ എല്ലാവരുടെയും പേരിൽ ഞാനൊന്ന് ആമുഖമായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. സെമിനാരിയുടെ ജീവിതത്തിൽ ഇതൊരു കുടുംബത്തിന്റെ ജീവിതമാണ്. ഇവിടേക്ക് ഞങ്ങളുടെ സ്നേഹത്തിനും ഞങ്ങളുടെ പരിചരണത്തിനും ഒക്കെ ആയിട്ട് സമർപ്പിക്കപ്പെടുന്ന മക്കൾ 4-4.5 വർഷം ഇവിടെ ആയിക്കഴിഞ്ഞ് അവര് പഠനം പൂർത്തിയാക്കി തിരിച്ചു പോകുന്ന നിമിഷങ്ങളേറുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി വികാരപരമായ സമ്മിശ്ര കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതിൽ ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി വാത്സല്യമുണ്ട്, അല്പമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടേതായ പരിഭവങ്ങളുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം അമ്മയുടെ മാറത്ത് ഇരുന്നു കൊണ്ടാണെങ്കിലും അമ്മയുടെ കൈ പിടിച്ച് കടിച്ച് വേദനിപ്പിക്കുന്ന മക്കൾ ആണെങ്കിലും അമ്മയ്ക്ക് ഒന്നുമ്മ വെച്ചുകൊണ്ട് മാത്രമേ അതിനെ സ്വീകരിക്കുവാൻ കഴിയൂ. അത്തരത്തിൽ എല്ലാം സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ദൈവം തമ്പുരാൻ തന്നുകൊണ്ട്, എന്നാൽ ഇവിടെ നിന്ന് യാത്ര പറയുന്ന ഞങ്ങളുടെ ഈ ശമാശന്മാരെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ ഞങ്ങൾക്ക് ഉണ്ട്. അവരൊത്തിരി കഴിവുള്ളവരായിരുന്നു. ഈ സമൂഹത്തില് തങ്ങളുടേതായ വ്യക്തിത്വത്തിന്റെ സാധ്യതകൾ വെച്ചുകൊണ്ട്, കഴിവുകൾ വെച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. കേവലം 4.5 വർഷം ഇവിടെ പഠിച്ചിറങ്ങുക എന്നുള്ളതല്ല, അതിലുപരിയായി തങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഈ കുടുംബത്തിന്റെ പൊതു വളർച്ചയ്ക്ക് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. അവരെ ഒത്തിരി നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരെ ഇവിടെ സമർപ്പിച്ച മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു. അവരുടെ ആ ഒരു സ്നേഹത്തിൽ ഇന്ന് പങ്കുകൊള്ളുവാനായിട്ട് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആദരവോടെ ഓർക്കുന്നു. അവർക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹകരമായ ഒരു ഭാവി നൽകും. ദൈവം തമ്പുരാൻ അവരെ എടുത്തുപയോഗിക്കും എന്നുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ അവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, ഇതൊന്നും പാഴായി പോകരുതേ എന്നുള്ള ഒരു മനസ്സോടുകൂടി. Our outgoing students, DTH, MTH and special orientation, they have been a great blessing to the campus. We had a beauty of unity in plurality.
people belonging to different denominations come here for their advanced training and orientation. I am sure they also have been benefited by the community. And I am more sure that we have been benefited by their presence and participation. We are thankful to them. We wish them all the best. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഈ കൂടിവരവ് ദൈവകരങ്ങളിൽ സ്നേഹത്തിന്റെ ഒരു വലിയ സമർപ്പണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി മലങ്കര സഭയുടെ അമരക്കാരൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിരുമേനി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.